യോ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 53. വിക്ഷരോരോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിദാശന. ഹരിയോം. ഹരിയോം. 363 നാമം വിക്ഷരഃ. ക്ഷരം എന്നാൽ നാശം, നാശമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് വിക്ഷരഃ. ഇതേ നാമം ഇതേ അർത്ഥത്തിൽ മുമ്പ് അക്ഷരഃ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർത്ഥം ഒന്ന് തന്നെ. എന്താണ്? നാശമില്ലാത്തവൻ. 364 നാമം രോഹിതഃ എന്നാൽ മത്സ്യമൂർത്തി എന്നാണ് അർത്ഥം. ആ ഒരു മത്സ്യരൂപത്തിന് ചുവപ്പ് നിറമായിരുന്നു മത്സ്യാവതാരത്തിന്. അതിനാലാണ് ഇവിടെ രോഹിത എന്നതിന് മത്സ്യമൂർത്തി എന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. 365 നാമം മാർഗഃ. മുമുക്ഷുക്കളാൽ അന്വേഷിക്കപ്പെടുന്നവൻ, അതായത് മോക്ഷം ആഗ്രഹിക്കുന്നവരാൽ അന്വേഷിക്കപ്പെടുന്നവൻ. ഭഗവാന് ആ വഴി മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം. അതുകൊണ്ട് ഭഗവാൻ മാർഗഃ, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന അർത്ഥത്തിൽ. 366 നാമം ഹേതു. ഒരു മൺപാത്രം ഉണ്ടാവാൻ മണ്ണും അതുണ്ടാക്കുന്ന ആളും, അല്ലെ? കാരണം എന്ന പോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ കാരണവുമാണ്. ആ കാരണത്താൽ ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ കാരണം ഉപയോഗിച്ച് എന്തൊക്കെ കാരണങ്ങളാണോ ഈ സൃഷ്ടിക്ക് വേണ്ടത്, അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും ഭഗവാനാണ്. അതിനാൽ ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതനും ഭഗവാനാണ് എന്ന അർത്ഥത്തിലാണ് ഹേതു. 367 നാമം ദാമോദരഃ. ഉദരത്തിൽ ദാമം, അതായത് കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ. കൃഷ്ണഭക്തരായ ആളുകളെ വളരെ ഭക്തി നിർഭരമാക്കുന്ന ഒരു കഥാസന്ദർഭമുണ്ട്, രോമാഞ്ചമണിയിക്കുന്ന ഒരു കഥാസന്ദർഭം. ഉലൂഘബന്ധനം. ഉണ്ണിക്കണ്ണന്റെ കുസൃതി അസഹിക്കവയ്യാതെ യശോദാദേവി ഉണ്ണിക്കണ്ണനെ പിടിച്ച് ആ ഉരലിൽ കെട്ടിയിടുന്ന രംഗം എപ്പോൾ കേട്ടാലും ഒരു രോമാഞ്ചം നമുക്കുണ്ടാകും. യശോദാദേവി ആദ്യം ഒരു കയറെടുത്തു ആ ഉണ്ണിക്കുടവയർ കെട്ടിയിടാൻ പാകത്തിൽ തന്നെയാണ് ഒരു കയറെടുത്തത്. പക്ഷെ അത് കെട്ടി അങ്ങനെ വരുന്ന സമയത്ത് ഒരു 2 വിരൽ നീളം കുറവ്. അപ്പോൾ വേറൊരു കയറെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു തോഴിമാരോട്. എന്നിട്ട് അതിനെ പരസ്പരം ബന്ധിച്ചു, ഏച്ചു കെട്ടി. എന്നിട്ട് രക്ഷയില്ല. അപ്പോഴും ആ ഒരു 2 വിരൽ നീളം കുറവാണ്. അങ്ങനെ അവസാനം അമ്മ ക്ഷീണിച്ചു. ഉണ്ണിക്കണ്ണനെ തന്നെ മനസ്സിലായി, ഒരു പാവം തോന്നി. അങ്ങനെ സ്വയം സമ്മതിച്ചു കൊടുത്തിട്ടാണ് യശോദാദേവി ഉണ്ണിക്കണ്ണനെ കെട്ടിയിടുന്നത്. അവസാനം കെട്ടിയിട്ടത് ആദ്യം എടുത്ത കയറുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തൻ്റെ അമ്മയാൽ ഉരലിനോട് ബന്ധിച്ച കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ടവനാണ് എന്നർത്ഥത്തിലാണ് ദാമോദര. ഇനി മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ധാമങ്ങൾ എന്നാൽ ലോകങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകങ്ങളെല്ലാം ഭഗവാനെ അങ്ങയുടെ ഉദരമധ്യത്തിലാകയാൽ അങ്ങയ്ക്ക് ദാമോദരൻ എന്ന നാമമുണ്ടായി എന്നും പറയുന്നുണ്ട്. 368 നാമം സഹ. എല്ലാം അനുഭവിക്കുന്നവൻ. എങ്ങനെയാണ് ഭഗവാൻ എല്ലാം അനുഭവിക്കുന്നത്? എല്ലാവരുടെയും ഉള്ളിലെ ജീവാത്മ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട്. മുമ്പ് ഭഗവാന് ഒരു നാമം പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ സന്ധിമാൻ, അല്ലെ? സന്ധിമാൻ കൂടെയാണ് ഭഗവാൻ. കർമ്മഫലത്തെ കൊടുക്കുന്നതും ഭഗവാനാണ്. ആ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നതും ഭഗവാനാണ്. അങ്ങനെയെങ്കിൽ ഈ ഫലമൊക്കെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ സഹിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ അർത്ഥത്തിലാണ് സഹ. 369 നാമം മഹീധരഃ. ഈ ഭൂമിയെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് മഹീധരഃ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് നാമം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഭൂമിയെ ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ അതേ നാമം തന്നെയാണ് ഇവിടെയും മഹീധരഃ. 370 നാമം മഹാഭാഗഃ. നേരത്തെ ഒരു നാമത്തിൽ പറഞ്ഞു എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അവരുടെ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് സഹിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എന്നാൽ ഇതേ ഭഗവാൻ തന്നെയാണ് അവതാര രൂപത്തിൽ വന്നിട്ട്
വലിയ വലിയ രാജ്യ ഭോഗങ്ങൾ സുഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മഹാഭാഗ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രീരാമ അവതാര കാലത്തൊക്കെ രാമായണത്തിൽ നമുക്കറിയാം, ആദ്യം വനവാസം തുടങ്ങുന്നതിന് മുമ്പ് ആ രാജ്യ ഭോഗങ്ങളൊക്കെ, കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചതാണ് ശ്രീരാമൻ. പിന്നീട് വനവാസത്തിന് ശേഷവും രാവണവധമൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ സമയത്ത് രാജ്യ സുഖഭോഗങ്ങളൊക്കെ ഭഗവാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൃഷ്ണാവതാരത്തിലും. കംസനെ വധിച്ചതിന് ശേഷം ഭഗവാൻ എവിടെയാണ്? മധുരയിൽ തന്നെയാണ് വസിച്ചത്. അവിടെയുള്ള രാജ്യ സുഖ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു ഭഗവാൻ. പിന്നീടാണ് ദ്വാരകയിലേക്ക് പോവുകയും അവിടുത്തെ രാജാവായിട്ട് വാഴുകയും ചെയ്യുന്നത്. രാജാവല്ല, അവിടുത്തെ കൈകാര്യകർത്താവായിട്ട് മാറുന്നത്. ഇങ്ങനെ ഉത്കൃഷ്ടങ്ങളായ അനുഭവങ്ങളെയും ഭുജിച്ചതിനാൽ ഭഗവാൻ മഹാഭാഗ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 371 നാമം വേഗവാൻ. അത്രയും വേഗത്തിൽ, അതായത് മനസ്സിന്റെ വേഗത്തിൽ ചലിക്കാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ വേഗവാൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ആ ഒരു യോഗശക്തി ഉള്ളവർക്കെല്ലാം ഇത് സാധ്യമാണ്. മനോവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നതിനാൽ ഭഗവാൻ എന്താണ്? വേഗവാൻ. 372 നാമം അമിതാശനഃ. അമിത അശനഃ, അത്യധികം വിശപ്പുള്ളവൻ എന്ന പോലെയാണ്. സംഹാരകാലത്തിൽ എല്ലാം ഭഗവാന്റെ വായിലേക്ക് പോകുന്നത്. ഇത് വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അർജുനൻ ആരൊക്കെ കൊല്ലണമെന്ന് വിചാരിച്ചാണ് യുദ്ധത്തിന് വന്നത്? അപ്പോ ഒരു മടിയുണ്ടായി. സ്വന്തം ബന്ധുക്കളെയാണ് കൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് ഒരു മടിച്ച് നിൽക്കുകയാണ്. അവരൊക്കെ ഭഗവാന്റെ വായിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്, അഥവാ പോകുന്നു എന്ന രീതിയിലാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയും വരുന്ന വലിയ വായ തുറന്നിട്ട് എല്ലാറ്റിനെയും തൻ്റെ ഉള്ളിലേക്ക് ആക്കി ഭക്ഷിച്ച് തൻ്റെ ഉദരത്തിൽ അവിടെ വെക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അമിത അശനഹ, അമിതാശനഹ എന്ന് നാമം. ഹരിയും.